പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഇനി അതിശി നയിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ഡൽഹി സർക്കാരിനെ ഇനി അതിശി നയിക്കും. ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷി യോഗമാണ് അതിശിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തത്. ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് കൊടുത്തു. ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് അതിശി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാകും അതിശി. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം നേടി ജയിലിൽ നിന്നും പുറത്തുവന്ന ശേഷം അപ്രതീക്ഷിതമായാണ് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജി പ്രഖ്യാപിച്ചത്. പിന്നാലെ ആരാകും പുതിയ മുഖ്യമന്ത്രി എന്ന ചർച്ച ചൂടുപിടിച്ചു. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഇന്ന് രാവിലെ 11-ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിയമസഭാ കക്ഷി യോഗം. ഒടുവിൽ കെജ്രിവാളിന്റെ പിൻഗാമി ആരാകുമെന്ന ചോദ്യത്തിന് ഉത്തരമായി. അതിഷി. അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത്. നിയമസഭാ കക്ഷിയോഗം ഏകകണ്ഠമായി അത് അംഗീകരിച്ചെന്ന് ഗോപാൽ റായ് അറിയിച്ചു. आज इन परिस्थितियों में जब उन्होंने अपना इस्तीफा देने का निर्णय लिया, आज विधायक दल की बैठक हुई. विधायक दल की बैठक में सर्वसम्मति से निर्णय हुआ है कि अगले चुनाव तक हम चाहते हैं कि ये चुनाव अक्टूबर-नवंबर में कराए जाए. ഡൽഹിക്ക് ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് അരവിന്ദ് കെജ്രിവാൾ എന്ന അതിഷി. കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നതിനു വേണ്ടിയാകും തന്റെ പ്രവർത്തനമെന്നും അതിഷിയുടെ പ്രഖ്യാപനം. मैं आज ये जरूर कहना चाहती हूँ आम आदमी पार्टी के सभी विधायकों की तरफ से, दिल्ली की 2 करोड़ जनता की तरफ से, कि दिल्ली का एक ही मुख्यमंत्री है और उस मुख्यमंत्री का नाम अरविंद केजरीवाल है. വൈകിട്ട് 4:30-ക്ക് രാജ്നിവാസിലെത്തി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് നൽകി. നിയുക്ത മുഖ്യമന്ത്രി അതിഷി, മന്ത്രിമാരായ കൈലാഷ് ഗെഹ്ലോട്ട്, ഗോപാൽ റായ്, സൗരഭ് ഭരദ്വാജ് എന്നിവരും കെജ്രിവാളിനെ അനുഗമിച്ചു. അതിഷിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത കാര്യം ലഫ്റ്റനന്റ് ഗവർണറെ അറിയിച്ചു. അരമണിക്കൂറിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക്. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രി, ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി, നിലവിൽ മമതാ ബാനർജിക്ക് പുറമെ രാജ്യത്തെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്നീ വിശേഷണങ്ങൾ അതിഷിക്ക് സ്വന്തമാകും. 48 ദിവസത്തെ ഭരണത്തിന് ശേഷമുള്ള 1ാം കെജ്രിവാൾ സർക്കാരിന്റെ രാജി വിജയം കണ്ട ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. നിലവിലെ ഭരണപ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനൊപ്പം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവ് കൂടി ലക്ഷ്യം വെച്ചാണ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പുതിയ നീക്കം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ശേഷം ആം ആദ്മി പാർട്ടിയുടെ മുഖമായി മാറിയിരിക്കുകയാണ് അതിഷി. സുഷമ സ്വരാജ്, ഷീലാ ദീക്ഷിത് എന്നിവർക്ക് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന 3ാമത്തെ വനിതയാണ് അതിഷി. കൃത്യമായ കണക്കുകൂട്ടലോടെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ പുതിയ നീക്കം. മാർക്സിനോടും ലെനിനോടുമുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ഡൽഹി സർവകലാശാലയിലെ അധ്യാപക ദമ്പതികൾ മകൾക്ക് പേരിട്ടത് അതിഷി മാർലെന സിംഗ് എന്ന്. കുടുംബപേരുകൾ പഞ്ചാബിൽ. ഡൽഹി സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ബിരുദവും. 2013-ൽ ആം ആദ്മി പാർട്ടിയുടെ നയരൂപീകരണത്തിൽ അതിഷി പങ്കാളിയായി. 2019-ൽ ഈസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. തൊട്ടടുത്ത വർഷം കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക്. ഈ സമയത്താണ് തന്റെ പേരിൽ നിന്ന് മാർലെന സിംഗ് എന്നത് അതിഷി ഒഴിവാക്കിയത്. ഡൽഹി സർക്കാരിന്റെ വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങളുടെ ബുദ്ധികേന്ദ്രമായിരുന്നു അതിഷി. അഴിമതി ആരോപണത്തിൽ മനീഷ് സിസോദിയയും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സത്യേന്ദർ ജെയിനും രാജിവെച്ചതിനെ തുടർന്ന് അതിഷി മന്ത്രിസഭയിലെത്തി. AAP മന്ത്രിസഭയിലെ ആദ്യ വനിതാ അംഗത്തിന് വിദ്യാഭ്യാസവും ധനവും അടക്കം 14 വകുപ്പുകൾ. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി മുഖ്യമന്ത്രി കസേരയിലേക്ക്. കെജ്രിവാൾ ജയിലിലായപ്പോൾ പാർട്ടിയെ നയിക്കാൻ സുനിത കെജ്രിവാൾ വരുമെന്ന ഊഹാപോഹങ്ങൾ കുടുംബാധിപത്യമെന്ന വിമർശനത്തിനിടയാക്കി. അതിഷിയെ മുൻനിർത്തിയാണ് ആം ആദ്മി പാർട്ടി അതിന് മറുപടി നൽകിയത്. BJPക്കും കോൺഗ്രസിനുമുള്ള കൃത്യമായ സന്ദേശവും ആം ആദ്മി പാർട്ടിയുടെ നീക്കത്തിന് പിന്നിലുണ്ട്. സുഷമ സ്വരാജിനെ മുഖ്യമന്ത്രിയാക്കിയ BJPയുടെ ഡൽഹിയിലെ ഇപ്പോഴത്തെ വനിതാമുഖം ബാസുരി സ്വരാജാണ്. സ്മൃതി ഇറാനിയെ ഡൽഹിയിൽ പരീക്ഷിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്ന സമയവുമാണ് ഇത്. ഷീലാ ദീക്ഷിതിനു ശേഷം കോൺഗ്രസിനാകട്ടെ ഡൽഹിയിൽ ഉയർത്തിക്കാട്ടാൻ തലപ്പൊക്കമുള്ള മുഖമേയില്ല. പാർട്ടി നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ, ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള തർക്കങ്ങൾ തുടങ്ങി ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് അതിഷിക്ക് മുന്നിൽ. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് നടക്കാമെന്നിരിക്കെ
മികവ് തെളിയിക്കാൻ അതിഷിക്ക് മുന്നിൽ ഇനി അധിക സമയമില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24.